ഇപ്പോൾ ഹൊറിസോണ്ടലായിട്ട് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെർട്ടിക്കലായിട്ടുള്ള ഒരു എഡ്ജുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൊറിസോണ്ടലായിട്ടുള്ള ആ ലൂപ്പ് ഫുള്ള് സെലക്ട് ആവും. ഇനി വെർട്ടിക്കലായിട്ടുള്ള ഫേസിൻ്റെ സീരീസാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമസ്കാരം, ബ്ലെൻഡറിലെ കുറച്ച് പ്രധാന ഷോർട്ട് കട്ട്സ് ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞു, ഒരു 3-4 ഷോർട്ട് കട്ട്സ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഷിഫ്റ്റ് A പ്രസ് ചെയ്യണം, മെഷിനകത്ത് ഒരു സ്പിയർ ക്രിയേറ്റ് ചെയ്യണം, മെഷ് ക്രിയേറ്റ്. അപ്പോൾ ഇത് കാണുന്നതാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്, അതിൻ്റെ കൺസ്ട്രക്ഷൻ ഹിസ്റ്ററിയാണത്. ഇത് കുറയ്ക്കാനും കൂട്ടാനായിട്ടും സബ്ഡിവിഷൻസ് കൂട്ടുക കുറയ്ക്കുക, ഹൊറിസോണ്ടലായിട്ട് ലൂപ്പുകൾ അഡ്ജസ്റ്റ് ചെയ്യുക, റേഡിയസ് കൂട്ടുക കുറയ്ക്കുക, ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കണം അല്ലേ. പക്ഷേ നമ്മൾ ഇവിടെ എവിടെയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർഫേസിൽ എവിടെയും ക്ലിക്ക് ചെയ്ത് പിന്നെ അത് വാനിഷ് ആവും. അത് വീണ്ടും തിരിച്ചു വരുന്നതിനായിട്ട് F9 പ്രസ് ചെയ്ത് അത് തിരിച്ചു വരും. ഓക്കെ, അതിന് ഇത് വന്നതിന് ശേഷം നമ്മൾ SO അല്ലെങ്കിൽ ഒരു മൂവ് ടൂളോ എന്തെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് പോയി കഴിഞ്ഞാൽ F9 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റിങ്സ് അതിനകത്ത് വരുള്ളൂ. അതായത് കൺസ്ട്രക്ഷൻ ചെയ്യണതിൻ്റെ ഹിസ്റ്ററി ഒരു പ്രാവശ്യം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇതിൻ്റെ എഡിറ്റ് മോഡിലേക്ക് വരാണ്. എഡിറ്റ് മോഡിൽ വരണമെങ്കിൽ ടാബാണ് അതിൻ്റെ ഷോർട്ട് കട്ട്. ടാബ് എഡിറ്റ് മോഡിലേക്ക് വരുന്നു. എഡ്ജ് സെലക്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഡ്ജ് ലൂപ്പ്, ഒരു ലൂപ്പ് ഫുള്ള് സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഓൾട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഒരു എഡ്ജുമ്പോൾ ക്ലിക്ക് ചെയ്താൽ ആ ലൂപ്പ് ഫുള്ള് നമുക്ക് സെലക്ട് ആക്കാനായിട്ട് പറ്റും. S പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കെയിൽ ചെയ്യാം, കണ്ടോ. അതുപോലെ വെർട്ടെക്സ് ആണെങ്കിലോ, വെർട്ടെക്സ് ആക്കാനായിട്ട് 1 ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. 1 പ്രസ് ചെയ്ത് വെർട്ടെക്സിലേക്കായി ഒരു വെർട്ടെക്സുമ്പോൾ ക്ലിക്ക് ഓൾട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഒരു വെർട്ടെക്സിൽ ക്ലിക്ക് ചെയ്താൽ ആ ലൂപ്പ് ഫുള്ള് സെലക്ട് ആയി. ഓക്കെ, അതുപോലെ ഫേസ് ആണെങ്കിൽ ഫേസിന് ഷോർട്ട് കട്ട് 3 ആണ്. അതിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യാം, 3 പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ഒരു ഫേസുമ്പോൾ ക്ലിക്ക് ചെയ്താൽ ഹൊറിസോണ്ടൽ ആണെങ്കിൽ വെർട്ടിക്കലാണെങ്കിൽ വെർട്ടിക്കലായിട്ട് വരും. ഇപ്പോൾ ഹൊറിസോണ്ടലായിട്ട് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെർട്ടിക്കലായിട്ടുള്ള ഒരു എഡ്ജുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൊറിസോണ്ടലായിട്ടുള്ള ആ ലൂപ്പ് ഫുള്ള് സെലക്ട് ആവും. ഇനി വെർട്ടിക്കലായിട്ടുള്ള ഫേസിൻ്റെ സീരീസാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ഹൊറിസോണ്ടലായിട്ടുള്ള എഡ്ജുമ്പോൾ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ആവും. ഓക്കെ, ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് പഴയ മോഡിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.